ബാർ സോപ്പ് 2. വേറെ എന്ത് വേണം? മല്ലിപ്പൊടി 1 പാക്കറ്റ്. മല്ലിപ്പൊടി 1 പാക്കറ്റ്. വേറെ? ഇത്രയും മതി. മതിയോ? പിന്നെ പാർക്കുട്ടി, നീ പോയി ഒരു സിഗരറ്റ് വാങ്ങിച്ചോണ്ടാ. വലിക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. പോയിട്ട് വാ. കൊച്ചമ്മൻ സാറും ആഫീസിൽ പോയ പാർക്കുട്ടി? ടിവിയിൽ ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് സാറ് പോയില്ല. ക്രിക്കറ്റ് കളി കാണാൻ തന്നെ സാർ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കുന്നത്. വേണ്ടാത്തൊന്നും പറയരുതേ. ഒരു തമാശ പറഞ്ഞല്ലേ പാർക്കുട്ടി? അപ്പോഴേക്കും പിണങ്ങിയോ? സഞ്ചി എടുത്തേ. സോപ്പ്. ഇതെന്താ? പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതയുണ്ടാവും. അക്കൗണ്ടിൽ ചേർത്തിട്ടില്ല. നേരെ ഒരുപാടായി, ഞാൻ പോണു. അപ്പോഴേ സ്നോയോ പൗഡറോ വല്ലതും വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ മടിക്കണ്ട. ഈ ഷംസ് വീട്ടിൽ കൊണ്ട് തരാം. മതിയല്ലോ. അയ്യോ ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന. മുട്ടായി ആലോകത്തിൽ കേടല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം. അത് രേവതി അങ്ങോട്ടെങ്ങാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ? ചേട്ടാ സിഗരറ്റ് കൊണ്ടുപോടാ. എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളേ, ഇതൊന്നും ചോദിക്കില്ല കേട്ടോ. ചേച്ചി എനിക്ക് മാത്രമേ ഈ പേസ്റ്റിന്റെ ഒരെണ്ണം തരൂല. ഇനി ചേച്ചിയുടെ കളിക്കാൻ ഞാൻ കൂടില്ല. ചീത്ത ചേച്ചി. നീ കൂടണ്ട, പൊടി. ഒന്നുമല്ല രേവ ചേച്ചി നല്ല ചേച്ചി, എനിക്കറിയാലോ. നാണു നിനക്ക് വേണോ? വേണം. നാളെ തരാവേ. കുട്ടനും അമ്മൂനും നാളെ തരാട്ടാ. ചേച്ചിക്ക് സിന്ദാബാദ് വിളിക്കാൻ ഞങ്ങളോട് കൂടട്ടെ? എന്താ മോനെ, ചേച്ചിക്ക് സിന്ദാബാദ് വിളിച്ച എന്തോ തരും എന്ന് ചോദിക്കും. ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി. പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഞാനുള്ളൂ. എന്താ ഇവിടെ? എന്താടാ കാര്യം? അയ്യോ ഞങ്ങൾ ഇവിടെ വെറുതെ നിൽക്കായിരുന്നു. പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല, ഇനി മുകളിലോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെശക. അതുകൊണ്ട് സാറന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. ചെല്. ചുമ്മാ ചൂടാ സാറേ, ഞങ്ങളോട് വെറുതെ നിൽക്കായിരുന്നു. അപ്പൊ ഈ പെണ്ണും പട്ടാളോ കൂടെ ഒന്ന് ചുമ്മാ അടിക്കാ പിടിക്കാ അല്ലേ? അല്ലേ? അതെ, കറക്റ്റ്. വാ കേറ്. ഇതെന്തിനാ സൂക്കേട്? ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. ഓ ആ പീസും പോയോ? പോയോ? എല്ലാം പോയി. മോനെ ഒന്നിങ്ങ വന്നോ. പാലിശാലം കുറയ്ക്കണം. ഓ നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി. മതി നിർത്ത്. അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അപ്പൊ ഒന്ന് ഫ്രീ ആയിരിക്കും. നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം. പുതിയ ഷീട്ടാ, പ്ലാസ്റ്റിക് കോട്ടിങ്ങാ. ഇതപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. നോക്ക്. എന്റെ പൊന്നക്ബർക്ക ഒട്ടും സമയമില്ല. ദേ ഇവളെ വീട്ടിൽ കൊണ്ടാക്കണം. മതി, എന്നിട്ട് മതി. വാ, ഞാനും വരാം. നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് റൗണ്ട് കളിക്കാം. വാ. അയ്യോ, ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ? അമ്മ അപ്പം ചൂലെടുക്കും. അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ലേ ചൂലെടുക്കൽ അടിച്ചു തരലൊന്നും ഇല്ലേ?
ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക്, നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം. അത് പോട്ടെ മോനെ, ഇതെന്നാണ് നീ ഇന്നലെയും പറഞ്ഞത്. ആ അയ്യോ അക്ബർക്ക്, എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ. നാളെ എന്തായാലും ഇരിക്കാം. പോലെ 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 ബാലകൃഷ്ണ, ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത്. നാളെ നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കേട്ടിട്ടില്ലേ നീ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എവിടെ നിന്ന് കേൾക്കാൻ? അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ? അല്ല, നല്ല ജോലി. ആ എന്താ വന്ന് നമുക്ക് നീ ഇല്ലേ വേറൊരാൾ വരണ നോക്ക്. ആ ശരി ശരി, ഇപ്പോഴൊന്നും മരിക്കൂല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു പോകുമ്പോ ആളെ കിട്ടുമെന്ന്. അല്ല അതല്ല, ഞാൻ മേനോൻ സാറിനെ പ്രതീക്ഷിച്ചേ. ആ എത്രയായി? 5 റുപ്യ. 5 റുപ്യോ? മീറ്റിട്ടിട്ടില്ലേ? ഇപ്പൊ മീറ്റർ ഒന്നും ഇടാറില്ല സാറേ. ആ ഞാനൊരു മാന്യത ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാ പിടിച്ചോ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്തിനാ? നമുക്കൊന്ന് വളയാം. വളയേ? അതെ, ഈ റമ്മി കളി. ഷീട്ട് കളിക്കേ? ഞാനോ? അല്ല, നമ്മൾ രണ്ടുപേര്. ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ആ മേനെ ലൈഫ് ഈസ് പ്ലാൻ എൻജോയ്. ഇയാള് നന്നാവുന്ന ലക്ഷണമില്ല. അവനും പോയ. ആ ഇനി വേറെ ആരെയും വരുമോ നോക്കുക. ആ ഇറങ്ങി. ഒരു റൗണ്ട് കൂടെ പോയിട്ട് വരാവേ. മതി മതി, ഇപ്പൊ തന്നെ 2 റൗണ്ടായി. അയ്യോ, ഒരു റൗണ്ട് കൂടെ പോയിട്ട് ആ വരാവേ. പറ്റത്തില്ല. അയ്യോ നീ ഇറങ്ങി, അയ്യോ, ഇറങ്ങി. ഒരു റൗണ്ട് കൂടെ പോയിട്ട് വരാവേ. വേണ്ട, വേണ്ട, ഇറങ്ങൂല, ഇറങ്ങ്. ഇറങ്ങൂല. പോലെ വളർന്നിട്ട് പെണ്ണ് തമാശകളി കൂടുക. വള്ളിച്ചോറിൽ വെനച്ച് 2 അടി തരിക വേണ്ടത്. ഇങ്ങോട്ടിറങ്ങി, ഇറങ്ങൂല. ഇറങ്ങി ഇറങ്ങി. ദുഷ്ടൻ, ജന്തു. കയറിപ്പോ. ഇത് ആളാവല്ലേ? പൊടി. ആ ഇക്ക് മോശം. മാറിക്ക് ദേവിമേ. ചെല്ല് ചെല്ല്. ദേവയ്യമ്മ രേവതിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല. ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞ് പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ. ഗുഡ് മോർണിംഗ്. ദേ ഇത് കണ്ടോ, പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പണിയാ. കബീഷേ, മിണ്ടല്ലേ മിണ്ടല്ലേ. പേടിച്ച്. ഓ പേടിച്ചു പോയി. പുതിയ കുറെ കാസറ്റുകളാ. ഡൊണാൾഡ് ഡക്ക്, ആ. മിക്കി മൗസ്, ടോം ആൻഡ് ജെറി. ഓക്കെ, ഗുഡ് ബോയ്. ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളാരുമായിട്ട് അടിപിടി കൂടുകയായിരുന്നു. ഞാനാ പിടിച്ചിവിടെ കൊണ്ടാക്കിയത്. ചില സമയത്ത് അവൾ അങ്ങനെ. ഓ അതൊക്കെ നേരെയാവും. ബാലൻ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കരുതെന്ന്. ആ അവൾ ഇപ്പോഴൊരു കൊച്ചു കുട്ടിയെ പോലല്ലേ അമ്മേ? പ്രായമായ ഒരു പെങ്കൊച്ച. വെറുതെ ആൾക്കാർക്ക് അതും ഇതും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആൾക്കാർക്കൊക്കെ ആ പാവം പെണ്ണ് നന്നായിട്ട് അറിയാം. ആരും ഒന്നും പറയില്ല. അമ്മ പോയി കാപ്പി എടുത്തേ. ബോംബെന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? പവിത്രന് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് അവളുടെ കുറ്റമല്ലല്ലോ, പവിത്രന് ഒഴിവില്ലാഞ്ഞിട്ടല്ലേ. ആ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. സുമിത്ര ചേച്ചി 2 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അപ്പോൾ ഇവിടെ എത്താറില്ലേ? അവൾക്ക് തിരുവനന്തപുരത്ത് ഇവിടെ വരാൻ അധികം ദിവസം വേണ്ട. അതുപോലെ അല്ലല്ലോ സുഭദ്ര. അതെ അതെ, എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. അതെ, നിനക്കെന്താ അവളോട് ഇത്ര കണ്ണുകടി? അയ്യോ ഒരു കണ്ണുകടി ഇല്ലേ.
അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ. എന്താടോ പുഷ്കര, തനിക്ക് കണ്ണുമുക്കം കണ്ടൂടെ? ഒന്ന് സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. ഒന്ന് വിട്ടേരെ. ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട്. മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ വിട്ടേരെ സാറേ. നിന്ന് പിടയ്ക്കാതെ കാര്യം പറയണോ. വടിവാള് വടിവാള് വർക്ക് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഡോക്ടറോ? ഓ എവിടെ? ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ അമ്മേ, ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തിവെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ. ഏത് വഴി വരുന്നത്? യോ ദേ വരുന്നത്. എടോ രാജശേഖരാ, എടോ അവിടെ നിക്കടോ. എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത്? ആരാണോ കണി കണ്ടത്? എന്റെ ദൈവമേ, അയ്യോ ഗേറ്റ് പാരാവുന്ന ലക്ഷണം. ആര് കൂട്ടിയിട്ടത്? അയ്യോ രാജശേഖരാ, തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു. ഓ ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴൊക്കെ അതിലെ ഒന്ന് അങ്ങോട്ട് വന്നാൽ ഒരു സ്മോൾ അടിച്ച് നമുക്ക് വല്ല കൊച്ചു വർത്താനം പറഞ്ഞു. അല്ല, ഞാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല, താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതി കുട്ടിക്ക് അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതി തരാം. ഏയ് അവൾക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളൂ അവക്ക്. രേവതിയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ. ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ, അത് ഞാൻ പറഞ്ഞതല്ലേ? 8 പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല, നമ്മുടെ ജോണിക്കുട്ടിയല്ലേ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റ് വേനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി, ഇയാളെന്താ ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത്? രാജശേഖരാ, ഇവൻ ഇതെവിടെ പോയി? കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ഓ എന്റെ കർത്താവേ. അല്ലേ ചേച്ചി, ഡോക്ടർ എവിടെ പോയി? ഡൊമിനിക്ക് ജർമ്മനിയിലല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, വർക്കി സാറിന്റെ കാര്യമാണ്. എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ. റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ. അപ്പച്ചൻ അമ്മച്ചൻ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു. അതല്ല, അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ? വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി. എന്റെ ചേച്ചി ആ കുന്ത്രാന്റെ അടുത്ത് കാതിൽ വെച്ചേ. ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി? അത് ഞാൻ പേടിച്ചാലും ഞാൻ തടിച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇതാരെ ലീലാമ്മയോ? ചേട്ടൻ വന്നു, ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ. ഇവളൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. അസലായിട്ട് തടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവളെങ്ങോട്ടൊക്കെ വരാറുണ്ടോ? നിങ്ങളില്ലാത്തപ്പോ അവള് ഇവിടെ വരാറുണ്ട്. ഇപ്പൊ അവൻ അവളെ പിടയ്ക്കാറില്ല. ഇല്ലാന്നോ തോന്നണേ. ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കയറി. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ, ഒറ്റപിടി കാശും കിട്ടൂല. ഇന്ന് മത്സ്യമല്ലം കിട്ടിയോ? അത് ഇന്നലത്തെ മാതിരി തന്നെ. ദേവു, ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ചീത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിരിക്കെ, ഞാനിപ്പോ ഓഫ് ചെയ്യും.
ഇവിടെ ആ അങ്ങനെ മിടുക്കി. ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോളാം, ദേവകിയമ്മ പൊയ്ക്കോളൂ. ശരി, കാലത്ത് വരാം. ആയിക്കോട്ടെ. അല്ല, രേവതിക്കുട്ടി ഊണ് കഴിക്കണ്ടേ? ഇപ്പൊ എന്നെ കണ്ടിട്ട് ചോറിനാവേ. അല്ല, ഇനി ചോറിന്നിട്ട് കാണാം. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് അത് വേണ്ട. ചോറിനാ. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് ചോറിനാവും. ചോറുണ്ടിട്ട് കണ്ടാ മതി. നോയിപ്പോ ഡി, ആഹാ, ചോറുണ്ടിട്ട് കാണാന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് ചോറിനാന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറെ നല്ല കാസറ്റ് കാണാം, ടോം ആൻഡ് ജെറി. വേണ്ട, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ചോറുണ്ടിട്ട് കണ്ടാ മതി. കണ്ടിട്ട് ചോറിനോളാം. കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ടോം ആൻഡ് ജെറിയിലെ എലിയില്ലേ, ജെറി, അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്കിരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച. ആ, ഓ, ആ, ജെറി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അവിയല് നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ എന്താ ഇത്? അല്ല, അയ്യോ, രേവതിക്കുട്ടി അല്ല പൊട്ടിച്ചത്, ടോം, പൂച്ച. ജെറി വീണ്ടും ഡൈനിങ് ടേബിളിൽ ചുറ്റുന്ന പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജെറി ഇരുന്നു. എന്നിട്ട് ഈ ടോമി മേച്ചറടി ടോമിന്റെ സീറ്റ് ഇവിടെ 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 ഇരി. ജെറി പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചു. ജെറി ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു. ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു. ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു. ഒഴിച്ചു. ഒഴിച്ചു. ഇങ്ങനെ കുഴച്ച് ജെറി കുഴച്ച്. അയ്യേ, ടോമും ജെറിയും കൈ കഴിവില്ലേ? ടോമും ജെറിയും കൈ കഴുകില്ല. കൈ കഴുവൂലേ? ഇല്ല. ഇല്ലേ? ഇല്ലല്ലേ? ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. ടോം 2. വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. 2. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എനിക്ക് വയ്യ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, ആരുമില്ലേ? ഈ പെരുമ്പാമ്പിനെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ ഇവിടെ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, രാത്രിയാവുമ്പോ വന്ന് കയറിക്കോളും. മനുഷ്യന്റെ സ്വൈര്യം കെട്ടുന്ന കാലമാണ്. എറിഞ്ഞൊടക്ക്, എല്ലാവരും ഇതും കൂടെ അങ്ങ് എറിഞ്ഞൊടക്ക്, ഓടട്ടെ. എന്നിട്ട് എന്നെ ഈ കുഞ്ഞിനെ കൂടെ അങ്ങ് കൊന്നു തന്നേക്ക്. അയ്യോ, ഓ, ആ ഡീസന്റ് മേനോനും ഭാര്യയും കലാപരിപാടി തുടങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ് കളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇത് എത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടെ. ആ പെമ്പറന്നോത്തി എടുത്ത് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണം. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. നിങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. അരുത്. എന്താ ഇത്? മാറണോ വടിവാളെ? സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ 2 പൂശും. അറിയോ, എനിക്ക് എന്റെ പാടില്ല, തന്റെ പാടിൽ തല്ലാൻ പറ്റുള്ളൂ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോടും ദേശം കെട്ടോടെ തല്ലിലാണ്. മേലെ ഇനി നിങ്ങൾ നിർത്തിയില്ല, എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് 2 സ്വഭാവം ഉണ്ടോ? അടിച്ച് കൊല്ലിനെ ഇയാൾ എന്ത് ഡീസന്റ് വേനാണ്. ഇത് ഞാനും എന്റെ ഭർത്താവും തന്നെയുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇടപെടേണ്ട അത് കാര്യമില്ല. വീട്ടിനകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ല, എടുത്തോണ്ട് വേടാ വിലക്കാം. ഇതാണ് ഭാര്യ. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നോളൂ മോന്താനായിട്ട്. രാജേര, ഇയാൾ എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കേണ്ടി വരും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ. ഇവനെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കത്തില്ല. അമ്മാവനെ തല്ലടാ, അമ്മാവനെ തല്ലടാ. തല്ലട്ട് മരുമാനല്ലേ? അവൻ എന്റെ മരുമാനല്ലേ? അത് എന്നോടാവില്ല, അക്ബറിനോടാവും.
ഛേ, ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അങ്ങനെ ഇപ്പൊ വരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഏതായാലും ഉറക്ക് പോയി, ഇനി നമുക്ക് ഉറക്കം കിട്ടൂല. ഒരൊറ്റ റൗണ്ട് നോക്കിയല്ലേ. അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ മതി, രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ രേവതി തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ബാലകൃഷ്ണ, ഞാൻ പറയണതെന്ന് വെച്ചാൽ, അയ്യോ എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ആയിക്കോട്ടെ മോനെ, ഒരൊറ്റ ചീട്ട് റൗണ്ട്. കളിക്കാനോ? ഡോക്ടറെങ്കിലും നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ഞാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. നമുക്ക് നോക്കാം. അതൊക്കെ ശരിയാ, പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാമോ? 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല, ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്.